സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ 2 ദിവസം ഗോൾഡും സിൽവറും ഭയങ്കര രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ജാനുവരി 29 ഈ വർഷത്തിലത്തെ കണക്കാണ്. ഗോൾഡ് 10 ഗ്രാം വരുന്നത് 1,83,250 രൂപയാണ്. അതിൻ്റെ 30 ജാൻ 13 ഈ റേറ്റ് 1,50,000 83 250 50,000 വരെ എത്തിയിട്ടുണ്ട്. സിൽവറിന്റെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാനുവരി 29 4,20,048 രൂപയായിരുന്നു 1 കിലോന് ഉണ്ടായിരുന്നത്. അതിന് 13 ജാനുവരി നോക്കുകയാണെങ്കിൽ 2,91,922 രൂപയാണ് 1 കിലോന് ജാനുവരി 30 വന്നിറക്കുന്നത്. എത്ര പെർസെന്റേജ് കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ 40% ഡൗൺ ആയിട്ടും ഗോൾഡ് 20% ആണ് ഡൗൺ ആയിരിക്കുന്നത്. റീസൺ ഫെഡ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സെൻട്രൽ ബാങ്കാണ്. സോ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിന്റെ ഇതിലൊക്കെ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റ് കുറയുമെന്ന് വിചാരിച്ചിട്ട് നിക്ഷേപിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ട്രംപ് കയറിയിട്ട് എന്ത് ചെയ്തു, ആ ഇൻട്രസ്റ്റ് കൂട്ടിയതുകൊണ്ട് ഇപ്പോൾ ഗോൾഡും സിൽവറും ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയ. ഇതാണ് പാരബോളിക് റാലി. അതായത് പാരബോളിക് റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെല്ലെ കയറി പോകുന്നതല്ല, റോക്കറ്റ് പോലെ വേഗം ഹൈ ആകുന്ന ഒരു ടേം ഓഫിനെയാണ് പാരബോളിക് റാലി എന്ന് പറയുന്നത്. ഇതിന് മുൻപും ഇതേപോലെ സിൽവറിന്റെ റേറ്റ് കൂടിയിട്ടും ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. 98 ഹണ്ട് ബ്രദേഴ്സ് കാരണം സിൽവറിന്റെ റേറ്റ് കൂടി, അതും ഈ പറഞ്ഞ പോലെ റോക്കറ്റ് പോലെ കൂടിയിട്ടുണ്ട്. പ്ലസ് അതിന്റെ സൈഡിൽ തന്നെ നോക്കി കണ്ടാൽ മനസ്സിലാക്കും വേഗം ഡൗൺ ആവും കൂടി ചെയ്തിട്ടുണ്ട്. അതേപോലെ 2011 ഇതേപോലെ കൂടിയിട്ടുണ്ട്. 2011 അമേരിക്കയുടെ മണി വാല്യൂവിന്റെ കാരണം കൊണ്ട് കൂടിയിറക്കും. അഗൈൻ അത് കുറയും ചെയ്തു. ലാസ്റ്റ് ഇപ്പോൾ കൂടിയത് 2025 വീണ്ടും സിൽവറിന്റെ റേറ്റ് കൂടിയിരിക്കുന്നത്. സോ ബി സ്മാർട്ട് എല്ലാവരും. കഴിഞ്ഞ 10 മാസത്തിൽ ഏകദേശം 3 മടങ്ങായിട്ടാണ് സിൽവറിന്റെ റേറ്റ് കൂടിയിറങ്ങുന്നത്. അപ്പോൾ ഡാം ഷുവർ ആയിട്ട് ഡൗൺ ആവാനുള്ള 100% ചാൻസും അതിലുണ്ട് തന്നെ ഈ പാരബോളിക് റാലി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അസറ്റ് അലോക്കേഷൻ ചാർട്ട്, ഒരു ട്രേഡർ എങ്ങനെ നിക്ഷേപിക്കണം എന്നതിന്റെ ഒരു ചെറിയൊരു ചാർട്ടാണ് ഇത് പറയുന്നത്. ലിക്വിഡ് ഗോൾഡ് ഇക്വിസിറ്റി. ഈ ലിക്വിഡ് ഗോൾഡ് ഇക്വിസിറ്റി എന്ന് പറയുമ്പോൾ ലിക്വിഡിൽ ക്യാഷ്, ഗോൾഡ്, സ്വർണ്ണം, ഇക്വിസിറ്റി, സ്റ്റോക്ക് സംതിങ് അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ചാർട്ട് എടുത്ത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് മന്തിൽ പോയിട്ട് ഒരു പേഴ്സൺ സ്റ്റോക്കിൽ 70%, പിന്നെ ഗോൾഡ് പ്ലസ് സിൽവറിൽ 20% നിക്ഷേപിച്ചു. മന്ത്സ് കഴിഞ്ഞിട്ട് നിക്ഷേപിക്കുന്ന രീതി കൂടുതലായിട്ടും സിൽവറിലാണ് കാണുന്നത്. സിൽവറിൽ നിക്ഷേപിച്ച് കഴിഞ്ഞു, മെല്ലെ സിൽവറിന് പെട്ടെന്ന് റേറ്റ് കൂടാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ സിൽവറിൽ നിക്ഷേപിച്ച ക്യാഷ് എല്ലാം വിഡ്രോ ചെയ്തിട്ട് അവിടുന്ന് മെല്ലെ മൂവ് ആവുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് സിൽവറിൽ നിക്ഷേപിച്ച് കിട്ടിയ ലാഭം കൊണ്ട് വേഗം പോയി, അത് ഡൗൺ ആയിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ള ക്വസ്റ്റിന് ചോദിക്കാം. സോ സിൽവറിന്റെ റേറ്റ് കൂടി കഴിഞ്ഞാൽ എന്തായാലും ഡൗൺ ആവാനുള്ള ഫുൾ റീസൺ ഉണ്ട്, ഹൈ റിസ്ക് ആണ്. അതുകൊണ്ടാണ് സിൽവറിന് കിട്ടിയ ലാഭം മതി എന്ന് പറഞ്ഞിട്ട് സ്ഥലം വിട്ടത്. ഇനി ആ നിക്ഷേപം കൊണ്ടായിട്ട് അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഗോൾഡിലാണ്. സ്വർണം വലിയ സേഫ് ആയിട്ടാണുള്ളത്, വലിയ ചാർജായിട്ട് ഡൗൺ ആവില്ല. മാർക്കറ്റ് വേണമെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും കൂടി ഒരു ഫ്ലക്ച്വേഷൻ ഒക്കെ ഉണ്ടെങ്കിലും, പക്ഷേ ഗോൾഡിന്റെ കാര്യത്തിലായതുകൊണ്ട് ഡൗൺ ആവില്ല എന്ന മെന്റാലിറ്റിയിൽ പലരും കൊണ്ടായിട്ട് ഈ സിൽവർ നേരെ കൊണ്ടിട്ട് ഗോൾഡിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി സിൽവറിൽ നിന്ന് ഗോൾഡിലേക്ക് എത്തിയപ്പോൾ എന്താ ഉണ്ടായത്, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഗോൾഡ് ഭയങ്കര രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. ബിറ്റ്കോയിന്റെ ഒരു ഷെയർ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. ഈ കഴിഞ്ഞ ദിവസം 85,000 റുപ്പീസ് ആണ് ഒരു ഷെയറിന് അവർ മൈനസ് ആയിരുന്നു. അപ്പോൾ എത്രത്തോളം ഊഹിച്ചങ്ങനെ ബിറ്റ്കോയിനൊക്കെ കുറേ ഇറങ്ങിയ വളരെ റയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. സ്റ്റിൽ സ്റ്റോക്ക് മാത്രം സുരക്ഷ എന്ന് പറയാൻ പറ്റില്ല, വളർച്ച എന്ന് പറയാൻ പറ്റില്ല, റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. എല്ലാം സ്റ്റോക്കിലാണെന്ന് ഇപ്പോൾ പറയത്തുള്ളൂ. ഗോൾഡും സിൽവറും കുറച്ച് അതൊന്ന് മാറി നിൽക്കുന്നതാണ്. ഇറ്റ്സ് ബെറ്റർ.